ഹലോ ഓൾ വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 8ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷാണ്. എക്കോസ് ഫ്രം എ ഫാർ എന്ന യൂണിറ്റ് 5 രണ്ടാമത്തെ ചാപ്റ്റർ കേജ്ഡ് ബേർഡ് പോയമാണ്. അപ്പോൾ ഈ കേജ്ഡ് ബേർഡിൽ ആക്ടിവിറ്റീസ്, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം. കേജ്ഡ് ബേർഡ് പോയത്തിൻ്റെ അപ്രിസിയേഷൻ, അതായത് ആസ്വാദനം, മീനിങ് വരുന്ന ആസ്വാദനം നിങ്ങൾക്കറിയാലോ. അപ്രിസിയേഷൻ ഓഫ് ദ പോയം നമ്മൾ പാർട്ട് 1 ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് ഇതിൻ്റെ എക്സസൈസസ് ആണ്. ലെറ്റ്സ് റിവൈൻഡ് ആൻഡ് റീജോയ്സിൽ ആദ്യ ചോദ്യം, ഹൗ ഡസ് ദ ഫ്രീ ബേർഡ് എക്സ്പീരിയൻസ് ഫ്രീഡം? വൈ ഈസ് ഫ്രീഡം ഇമ്പോർട്ടൻറ്റ് ഫോർ ഓൾ ക്രിയേച്ചേഴ്സ്? അപ്പോൾ ഫ്രീ ബേർഡ് എങ്ങനെയാണ് ആ ഒരു ഫ്രീഡം അനുഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് സ്വാതന്ത്ര്യം എല്ലാ ജീവജാലങ്ങൾക്കും ഇത്ര ഇമ്പോർട്ടൻറ്റ്? ആൻസർ വരുന്നത്, ദ ഫ്രീ ബേർഡ് എക്സ്പീരിയൻസസ് ഫ്രീഡം ബൈ ലീപ്പിംഗ് ഓൺ ദ വിൻഡ്, ഫ്ലോട്ടിംഗ് ഡൗൺ സ്ട്രീം, ഡിപ്പിംഗ് ഇറ്റ്സ് വിങ്സ് ഇൻ ദ സൺസ് റേസ് ആൻഡ് ക്ലെയിമിംഗ് ദ sky as its own. Freedom is important for all creatures because it allows them to live naturally, explore their potential, fulfill their desires like finding food, fat worms, and experience the world without limitations. അപ്പോൾ ഫ്രീ ബേർഡ് എങ്ങനെയാണ് ഫ്രീഡം അനുഭവിക്കുന്നത്? കാറ്റത്ത് പറന്നും, അതുപോലെ തന്നെ ഡൗൺ സ്ട്രീമിൽ പറന്നും, സൂര്യരശ്മികളിൽ അത് ആസ്വദിച്ചും, അതുപോലെ തന്നെ എന്താ പറയുക, അതിനിഷ്ടമുള്ള പോലെ അത് ലിമിറ്റേഷൻസ് ഇല്ലാതെ അത് ജീവിക്കുന്നു അല്ലേ? അങ്ങനെയാണ് അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഹൗ ഡസ് ദ കേജ്ഡ് ബേർഡ് സോങ് പ്രൊട്ടസ്റ്റ് ഇറ്റ്സ് ക്യാപ്റ്റിവിറ്റി? കൂട്ടിലടച്ച പക്ഷിയുടെ പാട്ട് അതിൻ്റെ അടിമത്തത്തിനെതിരെ എങ്ങനെ പ്രതിഷേധിക്കുന്നു? ദ കേജ്ഡ് ബേർഡ് സോങ് ഇസ് എ പ്രൊട്ടസ്റ്റ് ബിക്കോസ് ഇറ്റ് ഇസ് എ സോങ് അബൌട്ട് ഫ്രീഡം sung from a state of confinement. It sings about things unknown but longed for still, expressing its deep yearning for the life it cannot have. The fact that the song is a fearful trill also suggests the pain and desperation behind its protest. അടുത്ത ചോദ്യം, വാട്ട് ഇമോഷൻസ് ഡസ് ദ കേജ്ഡ് ബേർഡ് എക്സ്പീരിയൻസ് ആൻഡ് ഹൗ ആർ ദേ എക്സ്പ്രസ്ഡ് ഇൻ ഇറ്റ് സോങ്? കൂട്ടിലടച്ച പക്ഷിക്ക് എന്ത് വികാരങ്ങളാണുള്ളത് എന്നാണ് കേട്ടോ അനുഭവപ്പെടുന്നത്. അത് അതിൻ്റെ പാട്ടിൽ എങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത്? കേജ്ഡ് ബേർഡ് എക്സ്പീരിയൻസസ് ഫിയർ, അത് പേടി അനുഭവിക്കുന്നുണ്ട് അല്ലേ? ലോങ്ങിങ്, അതുപോലെ തന്നെ അത് എന്തിനെയോ ലോങ് ചെയ്യുന്നുണ്ട്, അറിയാത്ത കാര്യങ്ങളെ അത് പ്രതീക്ഷിക്കുന്നു. റേജ്, സീയിങ് ത്രൂ ബാർസ് ഓഫ് റേജ്, അതായത് അതിങ്ങനെ കൂട്ടിനുള്ളിൽ കൂടെയാണ് കാണുന്നത്. ആൻഡ് ഡെസ്പയർ, ഒരുപാട് സങ്കടം, ഡെസ്പയർ ആയിട്ടാണ്. ഗ്രേവ് ഓഫ് ഡ്രീംസ് ആണ്, അത് ശവക്കുഴിയാണ്, സ്വപ്നം അല്ലേ? ഷൗട്ടിങ് എ നൈറ്റ് മെയർ സ്ക്രീം. ദീസ് ഇമോഷൻസ് ആർ പ്രൈമർലി എക്സ്പ്രസ്ഡ് ത്രൂ ദ ടോൺ ആൻഡ് ദ സബ്ജക്റ്റ് ഓഫ് ഇറ്റ് സോങ് ഫ്രീഡം ഇറ്റ് ഡെസ്പറേറ്റ്ലി ഡിസൈർസ് ബട്ട് ഡസ് നോട്ട് ഹാവ്. Fourth question, in the poem, the caged bird sings with a fearful trill. What does this suggest about the bird's feelings and desires? കവിതയിൽ കൂട്ടിലടച്ച പക്ഷി ഭയത്തോടെയുള്ള ഈണത്തിൽ പാടുന്നു. ഇത് പക്ഷിയുടെ വികാരങ്ങളെയും ആഗ്രഹങ്ങളെയും കുറിച്ച് എന്താണ് സൂചിപ്പിക്കുന്നത്? ദി ഫിയർഫുൾ ട്രിൽ സജസ്റ്റ് ദാറ്റ് ദ ബേർഡ് ഇസ് ടെറിഫൈഡ് ബൈ ഇറ്റ്സ് ക്യാപിറ്റിവിറ്റി ആൻഡ് പെർഹാപ്സ് അൺസർട്ടൈൻ അബൌട്ട് ദ ഫ്രീഡം ഇറ്റ് ലോങ്സ് ഫോർ ബട്ട് ഹാസ് നെവർ നോൺ. ഇറ്റ് ഓൾസോ സജസ്റ്റ് ദാറ്റ് ഇറ്റ്സ് സോങ്, ഇറ്റ്സ് ഓൺലി ഫോം ഓഫ് എക്സ്പ്രഷൻ, ഈസ് ബോൺ ഔട്ട് ഓഫ് പെയിൻ ആൻഡ് ഡെസ്പറേഷൻ. Its desire is overwhelmingly for freedom, even though the concept itself might be frightening because it is unknown. അടുത്ത ലെറ്റ്സ് അപ്രിഷിയേറ്റ് ആണ്. Activity 1. The images of the caged bird and the free bird establish the significance of freedom and independence. Discuss the idea. The poem powerfully contrasts the vibrant life of the free bird with the painful existence of the caged bird. The free bird actively engages with the world, leaping, floating, dipping its wings, claiming the sky, thinking of breezes and worms. This vividly illustrates what freedom allows: movement, exploration, choice, and joy. In stark contrast, the caged bird is physically restricted, wings clipped, feet tied, confined to a narrow cage. Seeing the world through bars of rage, its only act is singing a desperate song of freedom. This stark difference highlights that freedom is not just a concept but the essential condition for a meaningful and fulfilling life. Without it, dreams die and existence becomes a nightmare. Activity 2. The poem contrasts the experiences of the caged bird and the free bird. List the points of contrast you note in the poem. Free bird in the points വരുന്നത് explores and possesses the world, leaps on the wind, floats, dips wings, thinks of breeze, worms, names the sky,
dares to climb the sky. Caged bird is confined to a cage, stalks down the cage, feet are tied, wings clipped. Can seldom see through bars of rage, singing a fearful trill of freedom, stands on grave of dreams. Activity 3 വരുന്നത് poet paint pictures with words. Such word pictures are called images. Some lines and phrases from the poem are given below. Analyze them and classify the kind of imagery in each. അപ്പോൾ ലൈൻസ് തന്നിട്ടുണ്ട്, അതിൽ ഇമേജറി നമ്മൾ എഴുതണം. എ ഫ്രീ ബേർഡ് ലീവ്സ്, അതൊരു വിഷ്വൽ ഇമേജ് ആണ്. ദ കേജ്ഡ് ബേർഡ് സിങ്സ് ഓഫ് ഫ്രീഡം, അതെന്താണ്, ഒരു ഓഡിറ്ററി ആണ്. ഡിപ്സ് ഹിസ് വിങ്സ് ഇൻ ദ ഓറഞ്ച് സൺ റേസ്, അത് വിഷ്വലി ആണ്, അതേപോലെ കൈനേസ്തെറ്റിക്കുമാണ് കേട്ടോ. അടുത്തത് എ ഫ്രീ ബേർഡ് ലീവ്സ് ഓൺ ദ ബാക്ക് ഓഫ് ദ വിൻഡ്, ഇത് വിഷ്വലുമാണ് കൈനേസ്തെറ്റിക്കുമാണ്. ഫ്ലോട്ട്സ് ഡൗൺ സ്ട്രീം ടിൽ ദ കറണ്ട് എൻഡ്സ്, വിഷ്വലുമാണ് കൈനേസ്തെറ്റിക്കുമാണ്. നാരോ കേജ് വിഷ്വലാണ്. അടുത്തത് ഹിസ് ഫീറ്റ് ആർ ടൈഡ്, വിഷ്വലുമാണ് ടാക്ടൈലുമാണ് കേട്ടോ. ഹിസ് ഫീറ്റ് ആർ ടൈഡ് എന്ന് വരുമ്പോൾ വിഷ്വലും ടാക്ടൈലുമാണ്. ഹിസ് ട്യൂൺ ഈസ് ഹേർഡ്, ഓഡിറ്ററി ആണ്. ഫാറ്റ് വേംസ് വെയിറ്റിംഗ് ഓൺ എ ഡോൺ ബ്രൈറ്റ് ലോൺ, എന്താണ് ഫാറ്റ് വേംസ് വെയിറ്റിംഗ് ഓൺ എ ഡോൺ ബ്രൈറ്റ് ലോൺ, എന്താ വരിക, വിഷ്വലാണ് കേട്ടോ. ട്രേഡ് വിൻഡ് സോഫ്റ്റ് ത്രൂ ദി സൈയിങ് ട്രീസ്, ട്രേഡ് വിൻഡ്സ് സോഫ്റ്റ് ത്രൂ ദി സൈയിങ് ട്രീസ്, എന്തായിരിക്കും വരിക, വിഷ്വലുമാണ് ടാക്ടൈലുമാണ്. ഓക്കെ, അപ്പം ഇതിൽ നമ്മൾ ആദ്യത്തെ വിഷ്വൽ പറഞ്ഞു, രണ്ടാമത്തെ ഓഡിറ്ററി, തേർഡ് ദ വിഷ്വൽ കൈനേസ്തെറ്റിക് അവർ തന്നിട്ടുണ്ട്. പിന്നെ വിഷ്വലും കൈനേസ്തെറ്റിക്കും തന്നെയാണ്. വിഷ്വൽ കൈനേസ്തെറ്റിക് എഗൈൻ, ദെൻ വിഷ്വൽ മാത്രം, പിന്നെ വിഷ്വൽ ടാക്ടൈൽ, ഓഡിറ്ററി, വിഷ്വൽ ടാക്ടൈൽ, ഇത്രയുമാണ് വരിക. നെക്സ്റ്റ് ആക്ടിവിറ്റി 4 ആണ്. വി ഹാവ് ലേൺ ദാറ്റ് എ മെറ്റഫർ ഇസ് എ വേ ഓഫ് സേയിങ് ദാറ്റ് സംതിങ് ഇസ് ജസ്റ്റ് ദ സെയിം ആസ് സംതിങ് എൽസ്, ബ്രിങ്ങിങ് ഇൻ ആൻ ഇംപ്ലിസിറ്റ് കമ്പാരിസൺ. സംടൈംസ് മെറ്റഫേഴ്സ് ഇവോക്ക് വിവിഡ് ഇമേജസ് സച്ച് as that the bars of an iron cage. Find and list some of metaphors in the poem. മെറ്റഫേഴ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ബാർസ് ഓഫ് റേജ് വരും. The cage bars are implicitly compared to the bird's own anger and frustration, suggesting its internal state is also a prison. Grave of dreams. The place where the caged bird stands is compared to a grave, suggesting that captivity kills hopes and aspirations. Nightmare scream. The bird's shadow shouting is compared to a scream in a nightmare, emphasizing the terror and helplessness of its situation. അപ്പോൾ ഇതാണ് നമുക്കിതിൽ വരുന്ന മെറ്റഫേഴ്സ് വരിക. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. നമ്മൾ കേജ്ഡ് ബേർഡിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. തീർച്ചയായും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, തുടർന്നും വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.